പോയ വാരത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചർച്ചയാവാതെ പോകുകയും ചെയ്ത വിഷയങ്ങളും സംഭവങ്ങളും പരിശോധിക്കുകയാണ് ഫോർഗട്ടൺ ഫോക്കസ്. അടുക്കളയെ ആരോഗ്യപ്രദമാക്കിയ ഉജ്ജ്വലമായ പദ്ധതി 10 കോടിയും കടന്ന് മുന്നോട്ട്. രാജ്യത്തെ പാവപ്പെട്ടവർക്കും നിർധനരായ വീട്ടമ്മമാർക്കും പാചകവാതകം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2016 മോദി സർക്കാർ ആരംഭിച്ച വിപ്ലവാത്മകമായ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. അടുപ്പ് പുക തുടർച്ചയായി ശ്വസിച്ച് അടുക്കളയിലെ പാചകം വീട്ടമ്മമാരെ മാറാരോഗികളായി മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജന വഴി സൗജന്യമായ പാചകവാതക സൗകര്യം ലഭ്യമായതോടെ ലക്ഷക്കണക്കിന് വീട്ടമ്മമാരുടെ ആരോഗ്യം മെച്ചപ്പെട്ടു. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ 2023-24 സാമ്പത്തിക വർഷം വരെ 10.33 കോടി കുടുംബങ്ങളിലേക്കാണ് പാചകവാതക സൗകര്യം എത്തിച്ചത്. LPG ഉപഭോഗത്തിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ മാത്രം 3.8% വർദ്ധിച്ചതായി പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ലിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു. സിലിണ്ടറിന്റെ സബ്സിഡി തുക നേരിട്ട് വീട്ടമ്മമാരുടെ ബാങ്കുകളിലേക്ക് തന്നെ തിരികെ നിക്ഷേപിക്കുന്നത് സ്ത്രീകൾക്ക് സാമ്പത്തിക ഭദ്രത കൂടി ഉറപ്പു നൽകുന്നതാണ്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിലൂടെ കോടിക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും സുരക്ഷിതമായ ആരോഗ്യ സാഹചര്യങ്ങൾക്കും കൂടി വഴിയൊരുക്കുകയാണ്. ഇത് റെക്കോർഡ് കരുത്തുകാട്ടി രാജ്യം. GST വരുമാനത്തിൽ 12.6% വളർച്ച. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിലും കുലുക്കമില്ലാതെ ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ വിജയക്കുതിപ്പ് തുടരുകയാണ്. പുതിയ സാമ്പത്തിക വർഷത്തിൽ GST വരുമാനം എല്ലാ റെക്കോർഡുകളും മറികടന്നുകൊണ്ട് ഖജനാവിലെത്തിച്ചത് 2.3 ലക്ഷം കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഏപ്രിലിനെ അപേക്ഷിച്ച് ഇത്തവണ GST വരുമാനം 12.6% വർദ്ധിച്ച് എക്കാലത്തെയും ഉയർന്ന നിരക്കായ 2,36,716 കോടി രൂപയിലേക്കാണ് കുതിപ്പ് നടത്തിയിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി GST വരുമാനം 2 ലക്ഷം കോടി കവിഞ്ഞത് 2024 2.10 കോടി രൂപയായിരുന്നു അന്നത്തെ വരുമാനം. എന്നാൽ പുതിയ സാമ്പത്തിക വർഷത്തിൽ വരുമാനം എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് റെക്കോർഡ് നേട്ടത്തോടെ ഫിനിഷ് ചെയ്യുകയായിരുന്നു. ആഭ്യന്തര ഇടപാടുകളിൽ നിന്നുള്ള GST വരുമാനം 10.7% വർദ്ധിപ്പിച്ച് ഏകദേശം 1.9 ലക്ഷം കോടി രൂപയായപ്പോൾ ഇറക്കുമതി ചെയ്ത വസ്തുക്കളിൽ നിന്നുള്ള വരുമാനത്തിലും 20.8% വർധനവുണ്ടായി. കൃത്യമായ നികുതി ഭരണ സംവിധാനവും ഡിജിറ്റൽ സുതാര്യതയും വളർത്തിയ മോദി സർക്കാരിന്റെ നയങ്ങൾ ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണമായി. ഏകീകൃത നികുതി സംവിധാനം രാജ്യത്തിന്റെ വരുമാന ശക്തിയും വികസന സ്വപ്നങ്ങൾക്കും കരുത്തു പകർന്നുകൊണ്ട് പുതിയ റെക്കോർഡുകളിലേക്ക് ലക്ഷ്യം വെക്കുകയാണ്. ശത്രു വിമാനങ്ങളുടെ പേടി സ്വപ്നം. ഭാരതത്തിന് കരുത്തായി റഷ്യയുടെ ഇഗ്ല-S മിസൈലുകൾ. പറന്നുപോകുന്ന എതിരാളിയെ പൊട്ടിച്ചു പുതപ്പിക്കാൻ രാജ്യത്തെ സൈന്യത്തിന് കരുത്തായി ഇഗ്ല-S മിസൈൽ കൂടെ ചേരുന്നു. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് യുദ്ധസമാനമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ പ്രതിരോധ കഴിവുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനായി $300 മില്യൺ വിലമതിക്കുന്ന റഷ്യൻ ഇഗ്ല-S വ്യോമ പ്രതിരോധ മിസൈലുകൾ കൂടി സ്വന്തം ആയുധപുരയിലേക്ക് ചേർത്തിരിക്കുകയാണ് ഭാരതീയ സൈന്യം. തോളിൽ നിന്നും തൊടുക്കാനാവുന്ന ഇഗ്ല-S മിസൈലുകൾ രാജ്യത്തിന്റെ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഒരു പ്രധാന ഘടകമാണ്. ഇഗ്ല സീരീസിലെ നൂതനമായ ഇഗ്ല-S കൂടെ സൈന്യത്തിന്റെ ഭാഗമാകുന്നതോടെ വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ സർവ്വസജ്ജമാവുകയാണ് രാജ്യത്തിന്റെ സൈനിക മേഖല. പുതിയ കരാറുകളിലൂടെയുള്ള കരുത്തു വർദ്ധിപ്പിക്കൽ നടപടികൾ, എന്തിനും പോകുന്ന തയ്യാറെടുപ്പുകളിലൂടെ ഏത് സാഹചര്യത്തെയും നേരിടാൻ കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രതിരോധ മേഖല ശക്തരാണെന്ന് കൂടി തെളിയിക്കുന്നതാണ്. തൊഴിലില്ലേ എന്ന് ചോദിച്ചവരോട് നിങ്ങൾക്കുള്ള ഉത്തരമാണ് റോസ്ഗാർ മേള. യുവാക്കളുടെ അഭിലാഷങ്ങൾക്കും രാജ്യം നൽകുന്ന അവസരങ്ങൾക്കും ഇടയിലുള്ള പാലമായി പ്രവർത്തിക്കുന്ന റോസ്ഗാർ മേളയിലൂടെ ലക്ഷക്കണക്കിന് യുവജനങ്ങൾക്കാണ് തൊഴിൽ എന്ന സ്വപ്നം സാധ്യമാകുന്നത്. തൊഴിൽ സൃഷ്ടിക്കപ്പെടുകയും അതിലേക്ക് സുതാര്യമായ നിയമന പ്രക്രിയയും ഉറപ്പാക്കുക കൂടിയാണ് പദ്ധതിയുടെ ലക്ഷ്യം. 15ാമത് പതിപ്പിലേക്ക് എത്തിയിരിക്കുന്ന റോസ്ഗാർ മേളയിൽ കഴിഞ്ഞ തവണ മാത്രം 51,000 നിയമനങ്ങളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത്. കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന റോസ്ഗാർ മേളയുടെ ഓരോ പതിപ്പിലും ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് വിവിധ സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലുമുള്ള ഒഴിവുകൾക്കായി അഭിമുഖങ്ങൾ നേരിടുകയും നിയമിതരാകുകയും ചെയ്തത്. 2022 മുതൽ 2024 വരെയുള്ള കാലയളവിൽ മാത്രം 10 ലക്ഷം പേരുടെ തൊഴിൽ സ്വപ്നങ്ങളെയാണ് സർക്കാർ സാക്ഷാത്കരിച്ചു നൽകിയിരിക്കുന്നത്. തൊഴിലില്ലായ്മ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുകയും രാജ്യത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഏറ്റവും ഉയർന്ന പരിഗണന നൽകുന്ന പ്രധാനമന്ത്രി
കേന്ദ്ര സർക്കാരിന്റെ ഈ സ്വപ്ന പദ്ധതിയിലൂടെ രാജ്യത്തെ യുവാക്കൾക്കായി ശോഭനമായ ഒരു ഭാവിയെ കൂടിയാണ് സൃഷ്ടിച്ചെടുക്കുന്നത്. നേട്ടങ്ങളുടെ മറ്റൊരു ഉയരം കൂടി കീഴടക്കി ഭാരതത്തിന്റെ പ്രതിരോധ മേഖല. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് വികസിപ്പിച്ച രാജ്യം. ഈ നേട്ടത്തിലൂടെ പ്രതിരോധ മേഖലയിൽ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലുകൂടെ പിന്നിടുകയാണ്. രാജ്യത്തിന്റെ അഭിമാനമായ DRDO പരീക്ഷണത്തിൽ അന്തരീക്ഷത്തിന്റെ ഏറ്റവും ഉയർന്ന പാളിയായ സ്ട്രാറ്റോസ്ഫിയറിലേക്ക് ഇതിനെത്താനായി എന്നതാണ് പ്രധാന നേട്ടം. ചെലവ് കുറഞ്ഞ ഭൗമ നിരീക്ഷണം, വിവരശേഖരണ നിരീക്ഷണം, പ്രതിരോധ നടപടികൾ സ്വീകരിക്കൽ തുടങ്ങിയവയ്ക്കാണ് ഇത്തരം എയർഷിപ്പുകൾ ഉപയോഗിക്കുക. ഭൗമ നിരീക്ഷണം മാത്രമല്ല, ചാരപ്രവർത്തനങ്ങൾക്കും എയർഷിപ്പുകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. വളരെ ഉയരത്തിൽ പറക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവ ശ്രദ്ധിക്കപ്പെടുകയില്ല എന്നതും എയർഷിപ്പുകളുടെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ്. നിലവിൽ അമേരിക്ക, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ മാത്രം എത്തിപ്പിടിച്ച ഈ സാങ്കേതിക മേഖലയിലേക്ക് DRDOയുടെ കരുത്തിൽ നൂതനമായ നേട്ടങ്ങളോടെ ഭാരതവും ശക്തമായ സാന്നിധ്യമായി മാറുകയാണ്.